സംഭവിക്കില്ല കുട്ടി. ഇതൊരു ജനാധിപത്യ പുരുഷാധിപത്യ ദേശമാണ്. 10 മാസം ഗർഭം ചുമന്ന് അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുന്ന വേദനയിൽ പ്രസവിക്കുകയും ഔഷധമുലയൂട്ടുകയും കൈപിടിച്ച് നടക്കാൻ പഠിപ്പിക്കുകയും ആദ്യക്ഷരം പകർന്നു കൊടുക്കുകയും ചെയ്ത അതേ മാതൃദൈവങ്ങളെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പെരുവഴിയിലും ഉപേക്ഷിച്ച് മടങ്ങും വഴി ആരാധനാലയങ്ങളിൽ ലക്ഷ്യങ്ങൾ നേർച്ച ചെയ്ത് ഭൗതിക സുഖങ്ങളിൽ അന്ധത ബാധിച്ച് ഈ നാടിന്റെ നന്മ തന്നെ കെട്ടുപോയി. ഞങ്ങൾ ഇത്ര ദൂരം വന്ന് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വരുമോ? നാം പ്രോഗ്രാം ചെയ്യാം, പക്ഷെ ചില കാര്യം ശ്രദ്ധിക്കണം. ഈ ജീവിതാനുഭവങ്ങൾ പറയുന്നവരുടെ പേരോ മേൽവിലാസമോ പ്രേക്ഷകരിൽ എത്താതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എല്ലാ മുഖങ്ങളും എല്ലാ പേരുകളും ശരി, ഞാനവരെ വിളിക്കാം. ഈ പെൺ ജീവിത ദർശനങ്ങൾ നിങ്ങൾ ലോക മലയാളികൾക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ഈ ജീവിത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ അമ്മമാർ മാത്രമല്ല, ജന്മം പെണ്ണായതുകൊണ്ട് മാത്രം ജീവിതം നരകമായ നിരവധി പേരുണ്ട്. നിങ്ങൾ അവരെയും കേൾക്കണം. അമ്മേ, സാവിത്രിയമ്മേ, സാവിത്രി, ആറ്റിങ്ങല എന്റെ വീട്. ഇപ്പോ ഇതാണ് എന്റെ സ്വർഗം. എന്റെ ഭർത്താവ് രാജാധിപത്യത്തിലുണ്ടായ വ്യക്തി ജീവൻ നഷ്ടമായ കേരള സുദർശനമില്ല. അദ്ദേഹം വെടിയേറ്റ് വീഴുമ്പോൾ ഞാൻ രണ്ടാമത് പൂർണ്ണ ഗർഭിണിയാ. അതിലുണ്ടായ ശ്രീജോൽ, മൂത്തവൻ ശ്രീജിത്ത്. മോളുടെ വിവാഹമാ ആദ്യം നടന്നേ. മരുമോൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കാക്കിയിൽ ചെറുത്താൻ സ്ത്രീധനം നൽകിയതെല്ലാം വിട്ടുതുറച്ചു. പിന്നെ പണത്തിനായി മോളെ നിരന്തര പീഡന. ജീവിക്കാനുള്ള കൊതി കൊണ്ട് അഭിമാനമോർത്തും ഒന്നും പുറത്തു പറഞ്ഞില്ല. മദ്യലഹരിയിൽ അവൻ എന്റെ മോളെ കൊന്നു കെട്ടി തൂക്കി. വലിയ കാട്ടുള്ള വീട്ടിലെ പെൺകുട്ടിയാ. അവൻ വിവാഹം കഴിച്ച് അവൻ വിറത്ത് വെച്ച് കയറിയ ദിവസം എന്റെ ജീവിതത്തിന്റെ പ്രകാശം കെട്ടുപോയി. അവളുടെ ഭാര്യയിൽ ഞാൻ കാക്കുന്ന ഒരു വൃത്തഭൂതം. എന്റെ സ്വപ്നങ്ങളെല്ലാം
മനസ്സിലെവിടെയോ മുള്ളുകൾ തറച്ച വേദന. സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ എന്റെ മോനോട് പറഞ്ഞപ്പോ അവൻ പറയുവാ, യെസായ, നീ ഒതുങ്ങി ജീവിക്കണമെന്ന്. ഈ കിളവി മതിയാകുന്നില്ലേ എന്ന് മരുമോളുടെ അന്ന് രാത്രി ഞാൻ എന്റെ വീടിന്റെ പടിയിൽ ഈ വിളിയും എന്റെ പ്രാർത്ഥന എന്റെ മക്കൾക്ക് നന്മ ഭഗവാനേ. ദേവതാ സങ്കല്പമാണ് സ്ത്രീ. അവരിൽ ചിലർ പൈശാചിക രൂപിണിയാകുമ്പോൾ പെണ്ണിന്റെ കണ്ണിൽ വീണ് ഭൂമിയിലേക്ക് കുതിർന്നു പോകുന്നു. അറുതിയില്ലാത്ത പെൺസങ്കടം തുടരും. അമ്മയെ അഴിക്കുന്ന ഈ ആത്മത്തിൽ തട്ടിലുള്ള ഒരുത്തരെങ്കിലും അമ്മയെ ഒരു കൂട്ടം പൈശാച കുറ്റബന്ധം അപമാനിച്ചാകുന്നു. പാവം പെൺമക്കൾ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ രണ്ടു തുള്ളി വെള്ളത്തിലാണ് ഞങ്ങളുടെ അമ്മ തോറ്റുപോയില്ലായിരുന്നു. അമ്മ പെൺകുട്ടികൾ നവകാലത്തിനകത്ത് തീർത്തും ശബ്ദമിട്ടാൽ അത് കുഴപ്പം. അവർ ഉച്ചത്തിൽ സംസാരിച്ചാൽ ധിക്കാരം, ഹൃദയപൂർവ്വം ഒന്ന് പൊട്ടി തിരിച്ചാൽ അഹങ്കാരം, പെണ്ണൊരു മോട്ടോർ ബൈക്ക് ഓടിച്ചാൽ പോക്ക് കേസ്, അതിക്രമങ്ങളെ ചെറുത്താൽ ദാസ്യം. ഈ മണ്ണിൽ പെണ്ണായി ജനിച്ചത് ഇത്ര വലിയ കുറ്റമോ? പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? ലഹരി തലച്ചോറ്
അവതരിപ്പിച്ച അഗ്നിച്ചിറകുകൾ എന്ന നാടകം തീവ്രമായ ഒരു പെണ്ണരങ്ങ് പോരാട്ടമായിരുന്നു. അടുക്കളയിലും ആരും കാണാ കോണുകളിലും അവഗണനയുടെ അടയാളമായി കിടന്ന ചൂലുകൾ നമുക്ക് പ്രതിരോധത്തിന്റെ കവചം തീർത്തു.
അധികാരികൾ വേഗത്തിൽ കണ്ണുകൾ തുറന്നു. ചൂലിന്റെ ഗന്ധമുള്ള ഫയലുകൾ ഒപ്പുവയ്ക്കുന്നതിനായി അവർ മത്സരിച്ചു. തലസ്ഥാന നഗരിയിൽ സർക്കാർ ഓഫീസുകളിൽ ഉത്തരവുകൾ തീക്കാറ്റായി വീശിയടിച്ചു. മാധ്യമവാർത്തകളിൽ മലയാളത്തിന് പെൺ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപട്ട് പുതപ്പിച്ചു. നമസ്കാരം. കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച സമ്പൂർണ്ണ സ്ത്രീധന നിരോധന ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. വിവാഹത്തിന് സ്വർണം, പണം, വസ്തുവകകൾ, വാഹനങ്ങൾ കൈമാറുന്നത് ഇനിമുതൽ കൊലക്കുറ്റത്തിന് തുല്യമായിരിക്കും. സ്ത്രീ പുരുഷ തുല്യത നിയമത്തിൽപ്പെടുത്തിയാണ് ഉത്തരവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ്. ഇന്നലെ രാത്രി 11 മണിക്കൂറിയാണ് ഇവിടെ ആക്രമണം നടന്നത്. ഇങ്ങനെ ആക്രമണം നടന്നത് ലക്ഷണങ്ങളൊന്നും കാണില്ല എന്നുള്ളത് ഉന്നത സംഭവങ്ങളെ പോലെ അപ്രശംസനീയമാണ്. ഇന്നലെ രാത്രി വൈകി തന്റെ ബന്ധുവിൽ നിന്നും തിരിച്ചെത്തിയ സ്ത്രീയെ മധ്യലക്കിയിരിക്കുന്ന രണ്ടുപേർക്കും ആക്രമിച്ചത്. ചൂലുകളുടെ പ്രതിരോധാൽ ഒരാളുടെ വലത്തെ കണ്ണും മറ്റൊരാളുടെ ഇടത്തെ ചെവിയും പൂർണ്ണമായി തകർന്നുപോയി. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ ശിക്ഷ മിനിറ്റുകൾക്കുള്ളിൽ നടത്തുന്നില്ല. 24 മണിക്കൂറും സഞ്ചരിക്കുന്ന വനിതാ കോടതികൾ. ദേശത്തിന്റെ ഏത് കോണിലും വനിതകളുടെ അക്രമമോ പുരുഷന്മാരിൽ നിന്നും മാന്യതയില്ലാത്ത പെരുമാറ്റമോ ഉണ്ടായാൽ കോടതികൾ സംഭവ സ്ഥലത്തെത്തി അക്രമിയെ പരസ്യ കുറ്റവിചാരണ നടത്തി ജയിലിലടയ്ക്കുന്ന നൂറുകണക്കിന് കോടതികൾ നിലവിൽ വന്നു. ഇത് ഞങ്ങൾ വേദിയിൽ കെട്ടിയാടിയ വേഷങ്ങളുടെ കേവല വിജയമല്ല, സ്വാതന്ത്ര്യത്തിന്റെ കാഹളമായി മാറിയ അരങ്ങ് പോരാട്ടത്തിന്റെ മഹാവിജയം. വസ്ത്രാക്ഷേപത്തിൽ മുടിയടിച്ചാണെന്ന് വന്ന പാഞ്ചാലിമാർ ഇനി മണ്ണിൽ ഉണ്ടാകരുത്. പെൺ സങ്കടക്കണ്ണിന്റെ ഉപ്പുകൂലികൾ തുല്യരുടെ കരുത്തിലായി അരിഞ്ഞില്ലാതാകുന്ന ഒരു കാലം. സ്വാതന്ത്ര്യം നമ്മുടെ ചരിത്രമാണ്. ജീവരക്തം കൊണ്ട് പേരുകൾ കുട്ടിയിറക്കപ്പെട്ടവരുടെ വിപ്ലവ ഭൂമിക. പെണ്ണുങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൈകളിൽ കൊടികളില്ല, ദേഹത്ത് ചാർത്താൻ മതചിഹ്നങ്ങളില്ല, മുഷ്ടിചുരുട്ടി തൊട്ടപ്പെട്ടാൽ മുദ്രാവാക്യങ്ങളുമില്ല. പകർന്നു തരുന്നത് മാതൃസ്നേഹം, ഒപ്പം നിൽക്കുമെന്ന ജീവിത നേർപ്പാർക്കുന്ന കരുതുറപ്പ്. സോദരിയാൽ, മകളാൽ സ്നേഹത്തിരകളുയർത്തി നമുക്ക് എന്നും വെളിച്ചം പകരാം. സമത്വത്തിന്റെ അഗ്നിചിറകൾ നവതലമുറയ്ക്കായി തുന്നിച്ചേർക്കുന്നു.
ഇല്ലാതാവുകയും നമ്മൾ